ഈ ITIയിലും തൊട്ടപ്പുറത്തെ പോളിടെക്നിക്കിലെയും 2 യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ്. അത് കേസുകാരെ മാത്രമല്ല, SFI അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്. ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേസ് അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? പോളിടെക്നിക്കിലും ITIയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തു പ്രായമുണ്ട്? 18-19 വയസ്സൊക്കെ ഉള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത്. നമസ്കാരം. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പിണറായിയുടെ അച്ചാരം വാങ്ങി അദ്ദേഹത്തിൻ്റെ മൂട് താങ്ങികളായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ, പ്രത്യേകിച്ച് UDFനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. അദ്ദേഹം ലാവ്ലിൻ കേസിൽ മുഖ്യപ്രതിയാണെന്നുള്ള കാര്യം ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. കേരളത്തിലെ വിദ്യുത് ശക്തി ബോർഡിനെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്വകാര്യ ലാഭത്തിന് വേണ്ടി പാർട്ടിയുടെ കുറേ ഫണ്ടിന് വേണ്ടിയിട്ടും SNC ലാവ്ലിൻ എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനവുമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതുവഴി 375 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്ന് പറയുന്ന കാര്യത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഓഫീസ് കത്തിക്കുകയും തുടർന്ന് എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിന് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാം. അങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. നമ്മുടെ പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി സരിതാ നായർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കെട്ടുകഥ പിണറായി വിജയനും സരിതാ നായരും ഗണേശനും കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയാണ് 2016 ഇലക്ഷനിൽ വൻ പ്രചരണം നടത്തി കേരളത്തിലെ ചില ചാനലുകളെ കൊണ്ട് പണം കൊടുത്ത് അവരെ കൊണ്ട് പ്രചരണം നടത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ഇമേജ് തകർത്ത് തരിപ്പണമാക്കി അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞത്. ആദ്യത്തെ 5 വർഷം അത്രത്തോളം പ്രോബ്ലമുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ കരുതാൻ വയ്യ. എന്നാൽ 2021 ഇലക്ഷനിൽ ശേഷം പിണറായി വിജയൻ്റെ യഥാർത്ഥ സ്വരൂപം നമ്മൾ കണ്ടു. അദ്ദേഹം അഴിമതിയുടെ മൂർത്തഭാവമാണെന്ന് കഴിഞ്ഞ ഭരണകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല തുടർച്ചയായി നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള നിരവധി അഴിമതി കഥകളിൽ നിന്ന് നമുക്കറിയാം. 8-10 അഴിമതി കഥകളാണ് ഒന്നൊന്നായി അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ആ പുറത്തു കൊണ്ടുവന്ന അഴിമതി കഥകളൊക്കെ ഉണ്ടായിട്ടും കേരളത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന പിണറായി വിജയന് പണമുണ്ടാക്കുക, മകൾക്ക് പണമുണ്ടാക്കുക, മകന് പണമുണ്ടാക്കുക എന്നുള്ള പരിപാടിയുമായിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും അദ്ദേഹത്തെ കൊണ്ടുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. വികസനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വികസന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണെന്നാണ് അദ്ദേഹം കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ എല്ലാ മേഖലകളും തകർത്ത് തരിപ്പണമാക്കി. ഏകദേശം 5.5 കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കടമെന്ന് നമുക്കറിയാം. ലാവ്ലിൻ കേസ്, മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കേസ്, നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അവസാനം മാസപ്പടി വിവാദം തുടങ്ങി സകല മേഖലകളിലും അഴിമതി. അതിൽ നേരിട്ട് പണം വാങ്ങി എന്ന് പറയുന്ന രേഖയുണ്ടായിട്ട് പോലും BJP പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് ഇക്കാലം അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം BJP അധികാരത്തിൽ വന്നാൽ പോലും ഇനി പ്രശ്നമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അദ്ദേഹം വിദേശത്ത് ഏകദേശം 25,000 കോടി രൂപയുടെ കള്ളപ്പണം എന്നെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ റെക്കോർഡ് എൻ്റെ കൈവശമുണ്ടായിരുന്നു. അതാണ് എന്നെ കള്ളക്കേസിൽ പിടിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഈ പെരുങ്കള്ളനെ ഏറ്റവും വെറുക്കുന്നത് ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അണികളാണ്. എന്നാൽ പിണറായി വിജയൻ ഒരു ഗുണ്ടാ മാഫിയ വിങ്ങിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരെ, ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് കേരളം ഭരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ CPM അണികൾക്കടക്കം നീതി കിട്ടാത്ത ഈ ഗവൺമെൻറ് അട്ടിമറിയണമെന്ന്, ഈ ഗവൺമെൻറ് പിണറായി വിജയൻ ഓടിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് സാധാരണ അണികൾ തന്നെയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായ ശേഷം VD സതീശൻ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച്, നേതൃത്വപാഠം ഉപയോഗിച്ച് കേരളത്തിൽ ഒരു പുതിയൊരു മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല.
പിണറായി വിജയന് വീണ്ടും 99 സീറ്റോടുകൂടി മാത്രമേ അധികാരത്തിലെത്തിക്കാൻ മാത്രമേ അദ്ദേഹത്തിനോട് കഴിഞ്ഞുള്ളൂ. എന്നാൽ വി ഡി സതീശൻ വന്ന ശേഷം ഗ്രൗണ്ട് തലത്തിലുള്ള പ്രവർത്തനം കൃത്യമായി നടത്താൻ തുടങ്ങി. പുതിയ പ്രസിഡന്റ് വന്നു, സുധാകരൻ KPCC പ്രസിഡന്റായി വന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരുമുള്ള ഒരു കോമ്പിനേഷനാണ് കണ്ടത്. ആദ്യം ഒരു ഇലക്ഷൻ നടന്ന് നമുക്ക് പരിശോധനാ വിധേയമാക്കേണ്ടതാണ്. അത് തൃക്കാക്കരയാണ്. PT തോമസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ അവിടെ മത്സരിച്ചപ്പോൾ അവിടെ ഒരു വലിയ സംഘം, അതായത് 20ഓളം വരുന്ന മന്ത്രിമാരെ കൊണ്ടിറക്കി പിണറായി വിജയൻ ഒരു 3 ആഴ്ചക്കാലം ഇവിടെ തമ്പടിച്ച് പ്രചരണമടിച്ചിട്ടും പിണറായി വിജയൻ 25,000 വോട്ടിൻ്റെ തിരിച്ചടിയാണ് തൃക്കാക്കരയിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ പുതുപ്പള്ളിയിലേക്ക് പോയപ്പോൾ പുതുപ്പള്ളിയിലാകട്ടെ ഉണ്ടായിട്ടുള്ള ദുരന്തം തന്നെ നമുക്കറിയാം. 37,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ചെറിയ വോട്ടല്ല, 4 ഇരട്ടി ഭൂരിപക്ഷം. ഈ 2 സ്ഥലത്ത് ഞാൻ പോയിരുന്നു. 2 സ്ഥലത്തും പ്രവർത്തനങ്ങൾ കണ്ടിരുന്നു. ഓരോ മുന്നണിയും നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും, ഈ 2 സ്ഥലത്തും നേതൃത്വം കൊടുത്തതും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയതുമെല്ലാം വി ഡി സതീശനാണ്. അദ്ദേഹം മുകളിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാൻ പറ്റുമെങ്കിലും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ആർക്കും അറിയില്ല. അദ്ദേഹം അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലകളിലും കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയത്. അവിടെയുള്ള UDFനെ മൊത്തത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിപ്പിക്കാനും അതുവഴി അവിടെ വൻ ഭൂരിപക്ഷം എത്തിക്കാനും അവർ കഴിഞ്ഞു. അതിനുശേഷമാണ് ലോക്സഭാ ഇലക്ഷനിൽ ആകപ്പാടെ പരാജയപ്പെട്ടത്. 2 മണ്ഡലങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് നമുക്കറിയാം, ആലത്തൂർ മണ്ഡലമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത്. അവിടെ K രാധാകൃഷ്ണൻ ഒരു മികവ് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ മറിച്ച് തൃശ്ശൂരാകട്ടെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ അട്ടിമറി ഉണ്ടായത്. K മുരളീധരൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടല്ല, അദ്ദേഹം മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ അട്ടിമറി സൃഷ്ടിക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ അവിടെ പ്രയോഗിച്ചാൽ പിണറായി വിജയന് BJPയെ വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയത് ഒരു 75,000 വോട്ട് CPM വോട്ട് അവിടെ മറച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുക, അതിന് മുമ്പത്തെ ഇലക്ഷനിൽ അവിടെ പ്രതാപൻ ജയിച്ചത് 1,18,000 വോട്ടിനാണ് എന്ന്, 1,00,000-ഓളം വോട്ടിനല്ലേ ജയിച്ചത്, എന്നിട്ട് അവിടെ എങ്ങനെ അട്ടിമറിഞ്ഞത്? അതുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലോക്സഭാ ഇലക്ഷൻ നടന്നതുമായിട്ടുള്ള കമ്പാരിസൺ അല്ല അവിടെ വേണ്ടത്. നിയമസഭാ ഇലക്ഷനിൽ 2021 നിയമസഭയിൽ 1,86,000 വോട്ട് ഭൂരിപക്ഷമുള്ള തൃശ്ശൂരിൽ അവിടെ വിജയിച്ചിട്ടുള്ളത് 50,000 വോട്ടിനാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. ഈ ഇങ്ങനെ വോട്ട് മറിയാൻ കാരണം 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, പൂരം കലക്കി പിണറായി വിജയൻ, അത് കൃത്യമായി തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. അതേപോലെ തന്നെ അവിടെ 65,000 അനധികൃത വോട്ട് ചേർത്തിയിട്ടുണ്ട് BJP. അവിടെ ഇല്ലാത്ത വോട്ടുകൾ, മറ്റു മണ്ഡലങ്ങളിലെ വോട്ടുകൾ, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടുകൾ, അവിടെ പല ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് റെക്കോർഡുണ്ടാക്കി അവിടെ 65,000 വോട്ട് ചേർത്തു എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഒരു ബൂത്തിൽ മിനിമം 50 to 75 വരെ വോട്ട് മാറ്റിക്കുത്തിയിട്ടുണ്ട്. അതുവഴി 75,000 വോട്ട് അവിടെ മറിഞ്ഞിട്ടുണ്ട്. അതായത് 1,86,000 വോട്ട് ടോട്ടൽ മറിയുമ്പോൾ CPMൻ്റെ വോട്ട് താഴേക്ക് പതിക്കുമ്പോൾ അത് വർദ്ധിച്ച് 75,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത്രയധികം വോട്ട് മറയാൻ കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയനും അതേപോലെ BJP തമ്മിലുള്ള അവിഹിത ബന്ധം അത് കൃത്യമായി നടന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൃശ്ശൂർ. ഇപ്പോഴിതാ ലാസ്റ്റ് നമുക്കറിയാം പാലക്കാട് മാത്രം എടുത്താൽ മതി. പാലക്കാട് 18,500 വോട്ടിൻ്റെ വോട്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ നേതൃത്വം ഉണ്ടായിരുന്നത് വി ഡി സതീശനാണ്. അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, പാലക്കാട് തോൽക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം ഏൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ആ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം അദ്ദേഹത്തിനായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്, UDFനും മൊത്തത്തിലാണെങ്കിൽ. തോൽക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഏത് നേതാവുണ്ട് കേരളത്തിൽ? പിണറായി വിജയൻ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ടും ഒറ്റയ്ക്ക് വന്ന് അവിടെ പറയാൻ കഴിഞ്ഞോ ഞാൻ ഇത്തവണ വിജയിക്കും, ഭരണത്തിൻ്റെ നേട്ടം കൊണ്ട് വിജയിക്കും എന്ന് പറയാൻ കഴിഞ്ഞോ? ഇല്ല. ചേലക്കരയിലാകട്ടെ 39,000 വോട്ടുള്ള സ്ഥലത്തു നിന്ന് വെറും 12,000 വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടം തന്നെയാണ്. അങ്ങനെ ഇപ്പോഴിതാ ഏറ്റവും വലിയ ഒരു ഇലക്ഷൻ വന്നിരിക്കുന്നു. 31 മണ്ഡലങ്ങളിലേക്കുള്ള വാർഡുകളിലേക്കുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ, അതുപോലുള്ള ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത്. അതിൽ UDF വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്.
17 സീറ്റ് പിടിച്ചെടുത്തു. 31 സീറ്റിൽ 17 സീറ്റാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള കേരളത്തിൽ ഇതിന് മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത് വി.ഡി. സതീശനാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ കെ. സുധാകരനാണെന്ന് പറയാൻ പറ്റും. ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് അടുത്ത ഇലക്ഷനിൽ വിജയിക്കാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ്സിലെ ചില ആളുകൾക്ക് പിണറായി വിജയൻ അച്ചാരം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കലാപമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല ഭാഗത്തും. ഇവിടെ നേതൃത്വ മാറ്റം വേണം, അതേപോലെ വി.ഡി. സതീശൻ ശരിയല്ല തുടങ്ങിയുള്ള അഭിപ്രായങ്ങൾ ഏതെങ്കിലും സമയത്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന സന്ദർഭത്ത് ഇത്തരത്തിലുള്ള അട്ടിമറികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലായിരുന്നെങ്കിൽ 8-8.5 വർഷമായി കേരളത്തിൽ CPM-ന് ഭരണം കിട്ടിയിട്ട് കോൺഗ്രസിന് അധികാരമില്ലാതെയായിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ പോകുന്ന മുന്നേറ്റം അത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കൊണ്ടുവന്ന് കേരളത്തെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമായി ഡെവലപ്പ് ചെയ്യാൻ എല്ലാവരും കൂടെ നിന്ന് വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ കലാപമുണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണ്? വി.ഡി. സതീശൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വി.ഡി. സതീശനുമായി വേറെ പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷെ വി.ഡി. സതീശൻ ഏത് പ്രശ്നങ്ങളെ വന്നാലും അത് വളരെ തന്ത്രമായി UDF-ന് അനുകൂലമായൊരു മുന്നേറ്റമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതിന് ഏറ്റവും തെളിവാണ് മുനമ്പത്ത് അത് വഖഫ് ഭൂമിയല്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും ക്രിസ്ത്യൻ നേതാക്കന്മാരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്താനും BJP അത് ഏത് വിധേനയും മുതലെടുത്ത് അത് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അടിച്ചെടുത്തത് വി.ഡി. സതീശനാണ്. അതിന് അദ്ദേഹം 9 MLA-മാരെ കൂട്ടിയിട്ടാണ് അവിടെ പോയത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം അണികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് കയറി അടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രം. നമുക്കറിയാം പിണറായി വിജയൻ്റെ നാട്ടിൽ ധർമ്മടത്ത് അദ്ദേഹം ജീവിക്കുന്ന സ്ഥലത്ത് വെണ്ടുട്ടായി എന്നുള്ള സ്ഥലത്ത് അവിടെ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് തുറന്നപ്പോൾ പണി പൂർത്തിയായപ്പോൾ അവിടെ ആക്രമിച്ച് കത്തിച്ചപ്പോൾ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ അവിടെ നിന്ന് പ്രസംഗിക്കുകയും അവിടെ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളും കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കത്തിക്കാൻ വന്നവരല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വി.ഡി. സതീശൻ പിണറായി പോയി വെല്ലുവിളിച്ചിരിക്കുകയാണ് പിണറായി വിജയനെ. അത് പുലിമടയിൽ കയറിയിട്ടാണ് വി.ഡി. സതീശൻ വെല്ലുവിളിക്കുന്നത്. അതോടൊപ്പം അവിടെ തോട്ടടയിലായിട്ട് അവിടെ ഒരു കോളേജിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം ഒരു KSU പ്രവർത്തകൻ്റെ നട്ടല് ചവിട്ടി ഒട്ടിച്ചുകൊണ്ടാണ് SFI-കാർ അവിടെ ഒരു കൊടി കെട്ടിയതിന് അവരെ ആക്രമിച്ച് ആക്രമണം നടത്തിയത്. പോലീസും അവിടെ ചില അധ്യാപകരും SFI-യും കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഒരു ക്രൂരമായ നടപടി ഇന്നലെ വി.ഡി. സതീശൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ആ പരിക്കേറ്റ KSU നേതാവിനെ കണ്ട് കൂടെയുണ്ട്, ധൈര്യമായിട്ട് നിന്നോളൂ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കും, ഏതറ്റം വരെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന അണികളുടെ സാധാരണ അണികൾക്ക് വികാരമുണ്ടാക്കുന്ന, അവർക്ക് ആവേശം ഉണ്ടാക്കുന്ന, അവർ നേതാക്കന്മാർ കൂടെയുണ്ടെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്തൊരു രീതിയാണ്. കൃത്യമായി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പാർട്ടിയെ നയിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മുന്നണിയെ നയിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഇലക്ഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കി അടുത്ത ഇലക്ഷനിൽ വിജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നേറുകയാണ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF. അങ്ങനെ പോകുമ്പോൾ ചില നേതാക്കന്മാർ, ഇതൊന്നും നേടിയെടുക്കാത്ത ചില നേതാക്കന്മാർ, അവരെങ്ങനെയെങ്കിലും ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. കാരണം അത് UDF-നോട് മാത്രമല്ല, കോൺഗ്രസിനോട് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളോടും, പ്രത്യേകിച്ച് ഇത് അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്ന CPM-ൻ്റെ അണികളോടും ചെയ്യുന്ന ക്രൂരതയാണ് എന്നാണ് പറയാനുള്ളത്. എന്തിനാണ് ഇവർ ഇങ്ങനെ തമ്മിൽ അടിപിടി ഉണ്ടാക്കി, തർക്കമുണ്ടാക്കി ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? കോൺഗ്രസിനുള്ളിൽ വേദിയുണ്ടെന്നിരിക്കെ, അവിടെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അവസരമുണ്ടെന്നിരിക്കെ അത് നിർബന്ധമായി പാലിക്കുന്നതിന് പകരം വി.ഡി. സതീശനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതിന് പിന്നിൽ പിണറായിയുടെ അച്ചാരം വാങ്ങിയതാണെന്നുള്ള കൃത്യമായ ചില വിവരങ്ങളാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. കാരണം കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ പിണറായി വിലക്കെടുത്തിരിക്കുന്നു. കോൺഗ്രസിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരാണ്. കൃത്യമായി പിണറായി വിജയൻ അറിയാം. ഇക്കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം തന്നെ കൃത്യമായി വെച്ചടി മുന്നോട്ട് കയറുകയാണ് കോൺഗ്രസ് UDF. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത ഇലക്ഷൻ
നിർബന്ധമായിട്ടും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഒറ്റക്കെട്ടായി VD സതീശന് കൂടെ നിൽക്കുകയാണ്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് VD സതീശൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അറിവും വിവരവും അദ്ദേഹം അങ്ങനെയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു കലാപമുണ്ടാക്കി ഇവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ UDFനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ തീക്കോരിയിടുക, ഇത് ഇവർക്ക് തന്നെയാണ് പണി, ഇവരെ കൊണ്ട് കഴിയില്ല, എങ്ങനെയും BJP വരുന്നത് നല്ലത് എന്ന് ചിന്തയുണ്ടാക്കുകയും ആ രൂപത്തിൽ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റുകയും ചെയ്യുക എന്നുള്ള ഈ കുതന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾക്കൊക്കെ സാധാരണ കോൺഗ്രസ് അണികൾ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, CPM-കാരനല്ല, BJP-കാരനുമല്ല. പക്ഷേ ഇവിടെ ഒരു അധികാരമാറ്റം ഉണ്ടായില്ലെങ്കിൽ കേരളം തകർന്ന് തരിപ്പണമായി പോവും. ഇവിടെ ഒരു ജനാധിപത്യം ഉണ്ടാവില്ല. ആർക്കെതിരെ എന്ത് തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസായി മാറും പിണറായി വിജയന് ഇവിടെ ഒരു അധികാരം വീണ്ടും വന്നാൽ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു അധികാരമാറ്റം വേണം, CPM നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. CPM നിലനിൽക്കണം. പക്ഷേ പിണറായി വിജയനെ പോലെയുള്ള ഗുണ്ടാ മാഫിയ ആളുകൾ അതിൽ നിന്ന് അവരെ നിന്നൊക്കെ ഒഴിവാക്കണം. ഇവിടെ പാർട്ടി ശുദ്ധീകരിക്കണം. എന്നിട്ട് നല്ല നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് ആ പാർട്ടി പോകണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ താല്പര്യം. കാരണം ഞാൻ പിണറായി വിജയൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്, അഴിമതിക്കാരനാണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്ര രീതിയിൽ ഞാൻ പറയുന്നത്. അതേസമയത്ത് VD സതീശൻ ഈ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പാളിച്ചകൾ അദ്ദേഹം തന്നെ തിരുത്തുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഉണ്ടാവാത്ത രീതി എന്നാണ്, അടിത്തട്ടിലേക്ക് സാധാരണ ഇറങ്ങിച്ചെല്ലാറില്ല. ഇപ്പോൾ അദ്ദേഹം അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ അദ്ദേഹം പിണറായി പോയി അദ്ദേഹം നടത്തിയ പ്രസ്താവന. ആ പാർട്ടി പ്രവർത്തകനെ KSUവിൻ്റെ നേതാവിനെ അടിച്ച് നട്ടല് ചവിട്ടി ഒടിച്ച അവിടെ പോയി അദ്ദേഹം കൃത്യസമയത്തെത്തുകയും അതിന് അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചെറിയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ, തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അടിയേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത്. അവിടെ നാളെ ഇലക്ഷൻ്റെ നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസമാണ്. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ ആക്രമണം SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയത്. കണ്ണൂരിൽ CPM അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ SFIക്കാരിൽ കൂടി വളർത്തുകയാണ്. ഈ ITIയിലും തൊട്ടപ്പുറത്തെ പോളിടെക്നിക്കിലെയും 2 യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ്. അത് KSUകാരെ മാത്രമല്ല, SFI അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്. ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം KSU അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? പോളിടെക്നിക്കിലും ITIയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട്? 18-19 വയസ്സൊക്കെയുള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാണുള്ളത്, അല്ല നട്ടലിനാണ് ക്ഷതമേറ്റിരിക്കുന്നത്. കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. കുറേ അധ്യാപകരതിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു നടപടിയെടുക്കാതെ കൂട്ടുനിൽക്കുകയാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ്. നിങ്ങളെ മാധ്യമപ്രവർത്തകരെ തടഞ്ഞാൽ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. കുറേ അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. പ്രിൻസിപ്പൽ നിസ്സഹായനായി നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റില്ല, പച്ച തെറിയാണ് പറയുന്നത്. ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ്. ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ്. അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യാണ്. എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? SFI അല്ലാത്ത എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അകത്ത് അക്രമം നടക്കുന്നത്. പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ആരെയാണ്? പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളാണ് ലാത്തി ചാർജ് ചെയ്തത്. അക്രമികൾ പോലീസിൻ്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ. അവർക്ക് ഈ CPM നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. എന്ത് വൃത്തിയുടെ, ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത്? ഇങ്ങനെയാണ് ഇത് വളർത്തുന്നത്. ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത്. ഏറ്റവും ഹീനമായ രീതിയിലുള്ള അക്രമമാണ് അത്. പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. ഏത് തരത്തിലുള്ള സമരവുമാക്കി
ഞങ്ങൾ മാറ്റിയെടുക്കും. വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വലിയ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ ഒരു കാര്യമില്ല, പോലീസിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ നേതൃത്വം കൊടുക്കുന്നത്. ഈ അടിക്കാൻ വേണ്ടി പറയുന്നവനെ തൂക്കിയെടുക്കണ്ടേ പോലീസ്? അടിക്കാൻ വേണ്ടി പറയുന്ന SFI ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത്. അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത്. വേറെ ആളുകളല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഞാൻ കമ്മീഷണറോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗൗരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിച്ചില്ലേ നമുക്ക് അപ്പോൾ ആലോചിക്കാം നമുക്ക് എന്താ ചെയ്യണം. ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യസ്ഥിതി എന്താണ്? ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കാണ്. കുട്ടികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. ആയുധപ്പുരയാണ് ഈ രണ്ട് ക്യാമ്പസും, ITIയും പോളിടെക്നിക്കും ആയുധപ്പുരയാണ്. പോലീസ് അത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം. അടിയന്തരമായി പിടിക്കണം. വേറെ ആൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ആക്രമണം നടത്തിയത്. നാളെ നോമിനേഷൻ തടയുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടും ഉറപ്പായിട്ടും. SFI പറയുന്നത് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് പ്രകോപനമൊന്നും ഇല്ലാതെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അവിടെ അങ്ങനെ ITIയിലും പോളിയിലും അതുണ്ടാവില്ലെന്ന് കണ്ണൂർ പത്രപ്രവർത്തനം നടത്തണ നിങ്ങളോട് ഞാൻ പറയണം. അവരാ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവിടെ എന്താ നടക്കുന്നതെന്നും ഞാൻ പറയില്ല. അവിടെ KSU ആകണമെന്നില്ലെന്ന്. നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല. അവർ കൊണ്ടേ അടിക്കുക, അതിൻ്റെ അകത്ത് കൊണ്ടേ അടിക്കും. നിഷ്പക്ഷനായ ആ സ്ഥിതിയാണ്. അതുപോലെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. നമുക്ക് നോക്കാം, ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ.